മരണപ്പെട്ടത് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ പെങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ ഉപ്പ, അതായത് എൻ്റെ മാമയും അവരുടെ മരിച്ച പെൺകുട്ടിയുടെ സിസ്റ്ററും കൂടി ആ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് ആകെ ശരീരമാകം സെപ്റ്റിക്കായിട്ട് തീരെ പ്രയാസമാകുന്ന ഒരു സിറ്റുവേഷനിലാണ് കണ്ടത്. അങ്ങനെ അവർ അവിടുന്ന് ബലം പ്രയോഗിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന നേരത്ത് പെൺകുട്ടിയുടെ ഭർത്താവ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ബലം പ്രയോഗിച്ച് ദയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ദയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, നേരെ അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഇന്നലെ പുലർച്ചെയാണ് മുഹ്സിന മരണപ്പെട്ടത്. മരണപ്പെട്ടത് 7 മക്കളായിരുന്നു. അതിൽ 3 പേര് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബോർഷനാണ്, 2 ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ 3 വയസ്സുള്ളൊരു കുട്ടി ഇൻഫെക്ഷൻ ആയിട്ട് തന്നെയാണ് മരണപ്പെട്ടത്, ചികിത്സ ഇല്ലാതെ മരണപ്പെട്ടതാണ്. പിന്നെ ഒന്ന് ജനുവരി തുടക്കത്തിലാണ് ഒരു കുട്ടി പ്രസവിച്ച 6 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടത്. ആ പ്രസവത്തെ തുടർന്നാണ് മുഹ്സിനക്ക് പ്രശ്നം അധികമായത്. കാരണം വീട്ടിലായിരുന്നു ആ പ്രസവം എടുത്തത്. ഹസ്ബൻഡ് അക്യുപങ്ചറിസ്റ്റാണ്. അപ്പോൾ വീട്ടിലെടുത്ത പ്രസവത്തെ തുടർന്നാണ് കുറച്ചധികം ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, ആ സമയത്ത് അതിൽ സംഭവിച്ച വീഴ്ചകളാണ്. അവർ സത്യത്തിൽ കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞത് മുതൽ അവർ പൂർണ്ണാർത്ഥത്തിൽ കുടുംബബന്ധങ്ങളൊക്കെ മുറിച്ച് കളയുന്നൊരു സ്വഭാവത്തിലുള്ള നിലപാടൊക്കെ അവർ ആദ്യം പോയത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ ഇപ്പോൾ കുട്ടിയുടെ മരണം ഉണ്ടായ സമയത്ത് ഞങ്ങളിത് അന്വേഷിച്ച് ചെല്ലുന്ന നമ്മളോട് തീർത്തും എന്താ പറയുക, നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നത് അവർക്കെന്തോ ഒരു ഭാരമായി കാണുകയും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആട്ടി ഓടിക്കാമെന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിലുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ എൻജിനീയറിങ് കഴിഞ്ഞതാണ്. പിന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് അവർ PG ചെയ്തിട്ടുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എനിക്ക് ധാരണയില്ല, എത്രയാണ് എന്തോരോ പഠിച്ചിട്ടുണ്ടെന്നുള്ള ധാരണ എനിക്കില്ല. അക്യുപങ്ചറിസ്റ്റാണ് അദ്ദേഹം. തിരൂർ പ്രാക്ടീസ് ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ട കേസുണ്ടല്ലോ, ഇതെടുത്ത് കുട്ടി മരണപ്പെട്ട ശേഷം തിരൂരത്തെ പ്രാക്ടീസ് നിർത്തി എന്നാണ് നമ്മുടെ അറിവ്. അതുവരെ തിരൂർ പ്രാക്ടീസ് ചെയ്തിരുന്നുള്ളൊരു അറിവ് നമുക്കതിലുണ്ട്. അല്ല, അവസാനത്തെ പ്രസവമാണ് വീട്ടിലെടുത്തിട്ടുള്ളത്. ബാക്കി 6 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അറിവ്. അതിൽ അവസാനത്തെ പ്രസവത്തിലാണ് ഈ പറഞ്ഞതുപോലെ അത് കുട്ടിയെടുത്ത് ചാപ്പിള്ള കട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അവരെ പുറത്തൊരു മുറിവുണ്ട്. ഒരു മുറിവ് പൊട്ടിയിട്ട് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത് ആ മുറിവ് പഴുത്ത് അതിൽ നിന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിക്ക് എത്തിയതെന്നാണ്. ഇന്നലെ ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് നമ്മളത് കണ്ടു. അതായത് കുഴിഞ്ഞ് എല്ല് കാണുന്ന വിധത്തിലാണ് പുറത്താ മുറിവ്. ആ മുറിവ് വെച്ചിട്ട് കമഴ്ന്ന് കിടക്കാൻ കഴിയില്ല ഒരാൾക്ക്. മലർന്ന് കിടക്കാൻ കഴിയില്ല, കമർന്ന് തന്നെ കിടക്കണം. ഒരു വാട്ടർ ബെഡിൽ കമഴ്ന്ന് കിടക്കുന്ന ഒരു പേഷ്യൻ്റ്, ആ ഒരു എന്താ പറയുക, കെടുത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരീരത്തിൽ മുറിവുകളായിട്ടുണ്ട്. ആ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇൻക്വസ്റ്റിൻ്റെ സമയത്ത്.